ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. നമുക്ക് കുറച്ച് ചിക്കനും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും മാത്രമേ ഈ കറിക്ക് ആവശ്യമുള്ളൂ. ചിക്കൻ നമ്മൾ കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കണം. പിന്നെ യോഗോട്ടും ആവശ്യമുണ്ട്. യോഗോട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പുളിയില്ലാത്ത തൈര് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിന്നിവിടെ 1.5 കിലോ ചിക്കൻ കറിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 വലിയ ഉള്ളി, ഇത് വലിയ ഉള്ളി ആയതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളത്. മീഡിയം സൈസ് ഉള്ളിയാണെങ്കിൽ 3 എണ്ണം എടുക്കണം. പിന്നെ ഒരു തക്കാളി, ഒരു പച്ചമുളക്, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, 6 വെളുത്തുള്ളി, 5 ഏലക്കായ, ഒരു ചെറിയ കഷ്ണം പട്ട നുറുക്കിയതാണ്, ഇത് 2 കഷ്ണമായിട്ട്, ജാതിപത്രീൻ്റെ ഒരു കഷ്ണം, പിന്നെ 6 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1.5 ടീസ്പൂൺ മുളക് പൊടി, ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5 ടേബിൾ സ്പൂൺ യോഗേർട്ട്. നിങ്ങൾക്ക് വേണ്ടിക്ക് പുളിയില്ലാത്ത തൈര് ഉപയോഗിക്കാം. ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് എല്ലാ മസാലകളും ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മിക്സിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് എല്ലാ ചിക്കൻ പീസിലേക്കും തേച്ച് പിടിപ്പിക്കാം. ഇനി നമുക്കിത് 1 മണിക്കൂർ നന്നായിട്ട് മാരിനേറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം. എപ്പോഴും നമ്മൾ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാനിത് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് 1 മണിക്കൂറത്തേക്ക്. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂറായി. ഇനി നമുക്ക് കറി ഉണ്ടാക്കുന്നതിലേക്ക് കടക്കാം. അതിനായിട്ട് ആദ്യം ഉള്ളി നല്ല ചെറുതായിട്ട് ഇതുപോലെ നുറുക്കി അരിഞ്ഞിട്ടുണ്ടാവണം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചു വെക്കണം. പച്ചമുളക് അരിഞ്ഞിട്ടും, പിന്നെ തക്കാളി ഇതുപോലെ ചെറുതായി അരിഞ്ഞു വെക്കണം. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുവരുന്നു, ഓയിൽ ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ നമുക്ക് ആവശ്യമുണ്ട് ഈ ചിക്കൻ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് നോക്കാം. എൻ്റെ പാന് ചൂടായിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് ഓയിൽ ഒഴിക്കുന്നതാണ്. നമ്മൾ ഓയിൽ ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഹോൾ സ്പൈസസ് എല്ലാം ചേർക്കുക. നമ്മൾ ഹോൾ സ്പൈസസ് ഒന്ന് മൂത്ത് അതിൻ്റെ മണം വരുന്ന സമയത്ത് അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇനി ഈ വെളുത്തുള്ളി, ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് അധികം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം കുറച്ച് ഉപ്പേ ചേർക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി ഇത് ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ നന്നായി വഴറ്റി കൊടുക്കണം. ഉള്ളി നന്നായി വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി നന്നായി വെന്തുടയുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മൾ തക്കാളിയെല്ലാം നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം.
നമുക്ക് ഇനി ഇത് അടച്ചു വെച്ച് കൊടുക്കാം. ഈ ചിക്കൻ ചെയ്യുമ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിലേ ചെയ്യാൻ പാടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ ഇടാനേ പാടില്ല, കരിഞ്ഞ് അടി പിടിച്ചു പോവും. ചിക്കൻ്റെ വെള്ളം നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ കഷ്ണമെല്ലാം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് നമുക്കിത് തുറന്ന് വെച്ചിട്ട് വേവിച്ച് കൊടുക്കാം. ചിക്കനിൽ വെള്ളമെല്ലാം നന്നായി വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് എണ്ണ ഇറങ്ങി വരാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ പരുവത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് 1 കപ്പ് ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഇടാം. ഇത് ഓപ്ഷനിലാണ്. ഈ ചിക്കൻ മൊത്തമായിട്ടൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് ഒരു 45 മിനിറ്റെങ്കിലും എടുക്കും. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം, വെള്ളം വറ്റിപ്പോകാൻ പാടില്ല. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈസി ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്.